ഞാൻ ഡോക്ടർ മാത്യു വർഗീസ്, കൺസൾട്ടന്റ് പൾമണോളജിസ്റ്റ് വെൽകെയർ ഹോസ്പിറ്റൽ വൈറ്റില. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കൊച്ചിയിൽ ഇപ്പോൾ H1N1 പകർച്ചവ്യാധിയുടെ സമയമാണല്ലോ. എന്താണ് H1N1? H1N1 എന്ന് പറയുന്നത് ഒരു തരം ഇൻഫ്ലുവൻസ വൈറസ് ആണ്. അത് പരത്തുന്ന പനിയുടെ പേരാണ് സ്വൈൻ ഫ്ലൂ അഥവാ പന്നിപ്പനി. ഭൂരിഭാഗം ആൾക്കാരിലും ഒരു സാധാരണ ജലദോഷ പനി പോലെ വന്ന് ഒരു കോംപ്ലിക്കേഷനും കൂടാതെ, പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒന്നും കൂടാതെ തന്നെ മാറുന്ന ഒരു പനിയാണ് H1N1. എന്നാൽ ചിലരിൽ മാത്രം അത് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാം, ന്യൂമോണിയയിലേക്ക് പോകാം, മരണം വരെ സംഭവിക്കാം. അത് ആർക്കാണ് അങ്ങനെ കോംപ്ലിക്കേഷനിലേക്ക് നീങ്ങുന്നത്? ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ, അല്ലെങ്കിൽ 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ, അല്ല 65 വയസ്സിന് മുകളിലേക്കുള്ള പ്രായമുള്ളവർ, അവരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്നത്. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ നമ്മുടെ ഈ വൈറസ് ഡ്രോപ്ലെറ്റ് രൂപത്തിൽ വായുവിലൂടെ പകർന്നാണ് മറ്റൊരു വ്യക്തിയിലേക്ക് എത്തുന്നത്. അത് കണ്ണിലൂടെയോ കൈകളിലൂടെയോ ഒക്കെ ശരീരത്തിലെത്താം. ഒരു വ്യക്തി ഇൻഫെക്റ്റഡ് ആണെങ്കിൽ അദ്ദേഹത്തിന് പനി തുടങ്ങുന്നതിന് തലേ ദിവസം മുതൽ 8 ദിവസം വരെ അദ്ദേഹം മറ്റുള്ളവർക്ക് രോഗം കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് പനി, തൊണ്ടവേദന, ചെറിയ തലവേദന, ശരീരം വേദന, മൂക്കൊലിപ്പ്, ജലദോഷം, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ കാണുന്ന ലക്ഷണങ്ങൾ. ഇതിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. കാറ്റഗറി A, B യെ തന്നെ വീണ്ടും B1, B2, C അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. A എന്ന് പറയുന്നത് ചെറിയ തോതിലുള്ള പനി, അതായത് ലോ ഗ്രേഡ് ഫീവർ, ചെറിയ തൊണ്ടവേദന, അത്രയും ഉണ്ടാവുള്ളൂ. അതിന്റെ കൂടെ ചിലർക്ക് ഈ പറഞ്ഞ പോലെ ശരീരവേദന, തലവേദനയൊക്കെ ഉണ്ടാകാം. B എന്ന് പറയുമ്പോൾ കടുത്ത തൊണ്ടവേദനയും ഹൈ ഗ്രേഡ് ഫീവറും ഉണ്ടാകും, കൂടെ മറ്റ് ലക്ഷണങ്ങളും ഉണ്ടായേക്കാം. ഈ B1-ൽ തന്നെ ഇതേ ലക്ഷണങ്ങൾ തന്നെ ഒരു പ്രഗ്നന്റ് ആയ ലേഡിക്കോ അല്ലെങ്കിൽ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള വ്യക്തിക്ക്, അതായത് കിഡ്നി ഫെയിലിയർ, ഹാർട്ട് ഫെയിലിയർ, റീനൽ ഇഷ്യൂസ് ഉള്ളവർക്ക്, അല്ലെങ്കിൽ ലോങ് ടേം സ്റ്റീറോയിഡ് എടുക്കുന്ന വ്യക്തികൾക്ക്, HIV പേഷ്യൻസ്, അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് വരികയാണെങ്കിൽ അവരെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് B2-ലാണ്. C കാറ്റഗറി എന്ന് പറയുന്നത് ഈ ലക്ഷണങ്ങൾക്ക് ഉപരിയായിട്ട് BP താഴുന്നു, ഇൻഫെക്ഷൻ കൂടിയ ശേഷം BP താഴുന്നു, അല്ലെങ്കിൽ ഫിറ്റ്സ് പോലെ വരുന്നു, ആൾ അൺകോൺഷ്യസ് ആയി മാറുന്നു, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് C കാറ്റഗറിയിലേക്ക് നമ്മൾ അവരെ തരംതിരിക്കുന്നത്. നമ്മളിങ്ങനെ തരംതിരിക്കുന്നത് ആരെയൊക്കെ ചികിത്സിക്കണം, ആർക്കൊക്കെ നമ്മൾ ടെസ്റ്റ് നടത്തണം എന്ന് മനസ്സിലാക്കുന്നതിനായിട്ടാണ്. B1, B2, C കാറ്റഗറിയിലുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതുണ്ട്. ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ നേസൽ സ്വാബ് അല്ലെങ്കിൽ ത്രോട്ട് സ്വാബ് എടുത്ത് നോക്കുകയാണ് ചെയ്യുന്നത്. അത് RT-PCR വിടും. അങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്യുന്നത്. പക്ഷെ പല പേഷ്യൻസിനും നല്ല കടുത്ത ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഇതിന്റെ റിസൾട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാറില്ല, ട്രീറ്റ്മെന്റ് തുടങ്ങേണ്ടതായിട്ട് വരും. ഇതിന്റെ ട്രീറ്റ്മെന്റ് സാധാരണഗതിയിൽ ചെറിയ ലക്ഷണങ്ങൾ മാത്രമുള്ളവർക്ക് പാരസെറ്റമോള്, അല്ലെങ്കിൽ നന്നായിട്ട് ആഹാരം കഴിക്കുക, നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കാൻ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, ഇതൊക്കെ പറയാറുള്ളൂ. എന്നാൽ കാറ്റഗറി B-ലും C-ലും ഉള്ളവർക്ക് ഒരുപക്ഷെ നമുക്ക് ഒസൽട്ടാമിവർ എന്ന് പറയുന്ന മരുന്ന് കൊടുക്കേണ്ടതായിട്ട് വരും. അതാണ് ആന്റിവൈറൽ ടാബ്ലറ്റ് ആണത്. അത് പേഷ്യന്റിന്റെ വെയിറ്റ് അനുസരിച്ചാണ് പീഡിയാട്രിക് ഏജിൽ കൊടുക്കുന്നത്. മുതിർന്നവർക്ക് 75 mg 2 നേരം ആ ഗുളിക എടുക്കേണ്ടതായിട്ട് വരും. ഈ ഗുളിക തന്നെ പ്രൊഫൈലാക്റ്റിക് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതായത് പനി വരാൻ നല്ല സാധ്യതയുള്ള, പനി വന്നാൽ ന്യൂമോണിയയിലേക്ക് പോകാൻ നല്ല സാധ്യതയുള്ള ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള, ഇമ്മ്യൂണിറ്റി കുറവുള്ള ആൾക്കാർക്ക് നമ്മൾ 1 നേരം വെച്ച് കൊടുക്കാറുണ്ട്. വീട്ടിലുള്ള മറ്റു ആൾക്കാർക്ക് പനി വരുമ്പോൾ ഇവരിലേക്ക് പനി പോകാതിരിക്കാനായിട്ട് കൊടുക്കാറുണ്ട്. എങ്ങനെയാണ് ഒരു H1N1 നമ്മൾ ഇതിന്റെ പകർച്ച നമുക്ക് തടയാനായിട്ട് സാധിക്കുന്നത്? ഒന്ന്, ഈ രോഗമുള്ളവർ ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ തുമ്മുമ്പോഴോ ഹാൻഡ് കർച്ചീഫ് യൂസ് ചെയ്യുക, മറ്റുള്ളവരിൽ നിന്ന് അകലം പാലിക്കുക. ഇതാണ്. ആരോഗ്യ പ്രവർത്തകരാണെങ്കിൽ ഈ രോഗിയെ പരിചരിക്കുമ്പോൾ അതിനുശേഷവും അതിനു മുൻപും ഹാൻഡ് സാനിറ്റൈസർ യൂസ് ചെയ്യുക. ഈ രീതിയിൽ നമുക്ക് രോഗത്തെ മറ്റുള്ളവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് എത്താതെ നമുക്ക് അതിന്റെ സാംക്രമികത കുറയ്ക്കാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, സാധാരണ ഒരു ജലദോഷപ്പനി പോലെ മാത്രമാണ് എന്നുണ്ടെങ്കിൽ കൂടുതൽ ചികിത്സയുടെ ഒന്നും ആവശ്യമില്ല. പക്ഷേ വൺസ് ഒരു പേഷ്യന്റിന് ശ്വാസം മുട്ട് പോലെയോ, നിർത്താതെ ഭയങ്കരമായിട്ട് ചുമ, അല്ലെങ്കിൽ പനി വിട്ടു മാറുന്നില്ല, BP താഴുന്ന പോലെ, അല്ലെങ്കിൽ കോൺഷ്യസ് ലെവൽ മാറുന്നു, അല്ലെങ്കിൽ ഫിറ്റ്സിലേക്ക് പോകുന്നു, കുഞ്ഞുങ്ങളാണെങ്കിൽ ആഹാരം കഴിക്കാതെ കിടക്കുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറിനെ സമീപിക്കേണ്ടതാണ്.